അമൽ, പ്രതിപക്ഷം സംബന്ധിച്ച് നേരത്തെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. അവിടെ ജലചൂഷണത്തിന് വഴിയൊരുക്കുകയാണ് സർക്കാർ. മാത്രമല്ല ഈ മദ്യനയം തന്നെ രൂപീകരിച്ചത് അത് ഈ കമ്പനിക്ക് വേണ്ടിയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണവും ഉന്നയിച്ചു. സർക്കാർ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു, ഘടകകക്ഷികളെ അനുനയിപ്പിക്കുന്നു. എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഇടതുമുന്നണിയും ആ തീരുമാനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി പ്രതിപക്ഷത്തിന്റെ നീക്കം എങ്ങനെയായിരിക്കും? ഈ വിഷയം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണോ പ്രതിപക്ഷത്തിന്റെ നിലപാട്? മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. പാലക്കാട് വലിയ തോതിലുള്ള സമരമുണ്ടാകും. ഈ വിഷയം ഉയർത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാകും എന്നുള്ളതാണ് UDF കണക്കുകൂട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പാലക്കാടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ വാർത്താസമ്മേളനവും ഇതേ സമയം തന്നെ പ്രതിപക്ഷ നേതാവ് ഇവിടെ വാർത്താസമ്മേളനം നടത്തുമ്പോൾ അവിടെ രമേശ് ചെന്നിത്തലയുടെ വാർത്താസമ്മേളനം നടക്കുകയാണ്. ഇതേ വിഷയത്തിൽ തന്നെയാണ് വാർത്താസമ്മേളനം. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തെ CPI എതിർപ്പുണ്ട്, അതോടൊപ്പം തന്നെ RJDയുടെ എതിർപ്പുണ്ട്. അങ്ങനെ മുന്നണിക്കുള്ളിൽ തന്നെ പ്രശ്നം നിലനിൽക്കുന്ന ഒരു വിഷയത്തിൽ LDFനെ പ്രതിരോധത്തിലാക്കാൻ കഴിയും എന്നുള്ളതാണ് UDF കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം MP രാജേഷിൻ്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ ഈ വിഷയത്തിൽ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് MP രാജേഷ് പറഞ്ഞത്. ആ വെല്ലുവിളി എന്തായാലും പ്രതിപക്ഷ നേതാവ് തള്ളുകയാണ്. മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവാദമാക്കാം. മുഖ്യമന്ത്രിക്കാണല്ലോ ഈ പദ്ധതി നടപ്പാക്കാൻ വാശിയുള്ളത്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയുമായി സംവാദമാകാം. സമയവും തീയതിയും MP രാജേഷ് മുഖ്യമന്ത്രിയോട് സംസാരിച്ച് തീരുമാനിക്കട്ടെ. താൻ അതിന് തയ്യാറാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു പോന്ന അഴിമതി ആരോപണം, ഈ ഒയാസിസ് കമ്പനി ഈ പദ്ധതിയിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം ഇന്നും ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. മാത്രമല്ല ഈ വെള്ളത്തിന്റെ ലഭ്യത സംബന്ധിച്ച വിഷയത്തിൽ സർക്കാർ പറയുന്ന വാദങ്ങളെ തള്ളുന്നു പ്രതിപക്ഷം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടേക്ക് വേണ്ട വെള്ളം കൊക്കക്കോള കമ്പനി നേരത്തെ അവിടുത്തെ വലിയ ജനകീയ പ്രതിരോധത്തെ തുടർന്ന് പൂട്ടിപ്പോകേണ്ടി വന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ കൊക്കക്കോള കമ്പനിക്ക് അന്ന് വേണ്ടി വന്ന വെള്ളത്തെക്കാൾ കൂടുതൽ വെള്ളം ഈ മദ്യനിർമ്മാണത്തിന് വേണ്ടി വരും എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. അതിന് വേണ്ടി വരുന്ന വെള്ളം അവർ മഴവെള്ളം സംഭരിച്ച് അത് ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതിയുടെ കാര്യമൊക്കെ MP രാജേഷ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലമ്പുഴയിൽ നിന്നും അധികം വെള്ളം ആവശ്യമായി വന്നാൽ മലമ്പുഴയിൽ നിന്നും നൽകാം എന്നുള്ളതാണ് പറയുന്നത്. മലമ്പുഴയിൽ ഇപ്പോൾ തന്നെ വെള്ളമില്ലാത്ത ഒരു പ്രതിസന്ധിയുണ്ട്. മാത്രമല്ല പാലക്കാട് ഈ മദ്യനിർമ്മാണശാല തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം ഒരു മഴനിഴൽ പ്രദേശമാണ്. അതിനാൽ തന്നെ അവിടെ കുടിവെള്ളത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള കാര്യം പറയുകയാണ്. അതായത് സാധാരണക്കാരെ ബാധിക്കുന്ന, കർഷകരെ ബാധിക്കുന്ന വിഷയം ഉയർത്തിക്കൊണ്ട് ആ വിഷയം ചർച്ചയാക്കി ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ ചർച്ചയാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണമാക്കി കൂടി മാറ്റാനുള്ള തീരുമാനമാണ് UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശരി.